തുറന്നിട്ടില്ല. അപ്പൊ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു. ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ പുള്ളി കട്ടിലയിൽ ഇരിക്കുക, ഈ മനുഷ്യൻ തന്നെ തോന്നി. ഞാൻ ചോദിച്ചു, എന്റെ എന്ത് ഫോട്ടോയെ കുറിച്ച് ഈ പറഞ്ഞതെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി ഞാൻ വിളിക്കാമേന്ന് പറഞ്ഞു. എന്നെ വിളിച്ചിട്ടില്ല. അത് എന്റെ മകളെ പിക്ക് ചെയ്യാനായിട്ട് ഞാൻ ആ റോഡിൽ പോയി നിന്നാലും മിനിമം 5 പേര് എന്റെ കൂടെ ഫോട്ടോ എടുക്കും. പറയേണ്ടത് പറ്റുന്നില്ല, എന്താ പറ്റിയെന്ന് നോക്കിയുണ്ട്, സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ കാറിൽ കയറി കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ണ് ഇങ്ങനെ ടിയർ ഡ്രോപ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറയും, ഈ അമ്മ അസോസിയേഷൻ പിരിച്ചു വിട്ടതോടെ നമ്മൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോസും ചെയ്തിട്ടില്ല. കാരണം അടാറ് വേസ്റ്റ് സാധനമാണെന്നും സെലിബ്രിറ്റീസ് എന്ന് പറയുന്ന ഒരു മറയുടെ പുറത്ത് മാത്രം നിൽക്കുന്ന കുറെ വേസ്റ്റ് സാധനങ്ങളായിരുന്നു ഇമ്മാരെ പരിപാടി. പിന്നെ അതുകൊണ്ട് തന്നെ ഈ സാധനം തൊടാതിരുന്നത്. പക്ഷെ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കാര്യമുണ്ട്. ഇപ്പൊ ഹൻസിബ ഹാസൻ ഒരുത്തിനെ വിളിച്ച് റൂമിൽ കയറ്റുന്നു. ഞങ്ങൾ വന്ന് കഥവി കൊട്ടി നോക്കിയപ്പോൾ ഞങ്ങൾ റൂമിനകത്തുണ്ടായിരുന്നു. കഥവ് തുറന്നു നോക്കിയപ്പോൾ എന്റെ ബ്രദറാണെന്ന് പറയുന്നു. ഓ, ഏത് ബ്രദറാണ് ഇതുപോലെ ഇത്രയും പ്രായപൂർത്തിയായ ഒരു സഹോദരിയുടെ കൂടെ റൂം ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള കഥകളൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ ഇവർ തമ്മിലുള്ള വാക്പോരെന്ന് പറയുന്നത് ഇപ്പൊ അമ്മയിൽ നിന്ന് മാറിയല്ലോ. അമ്മ പിരിച്ചുവിട്ട് അഡോ കമ്മിറ്റി വരുന്നു. പിന്നെ ഇവരുടെ മെമ്പർഷിപ്പ് പലരും രാജിവെക്കുന്നു, പോകുന്നു, വരുന്നു. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അസോസിയേഷനിലുള്ള സിനിമ സെലിബ്രിറ്റീസിന് പോലും അറിയാത്തൊരു സാഹചര്യത്തിൽ ഇപ്പൊ പുറത്ത് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നേർക്ക് നേരടി നമുക്കൊന്ന് നോക്കാം ആരായിരിക്കും ജയിക്കാൻ പോകുന്നതെന്നും. ലക്ഷങ്ങളുടെ ബാധ്യതയോട് കൂടിയുള്ള കേസ് വരെ ലക്ഷ്മിപ്രിയ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയ്ക്ക് അത് ചെയ്തിട്ടുണ്ടല്ലേ. അതൊന്നും നമ്മൾ ഈ സൈഡോട്ട് എടുക്കുന്നില്ല. പിന്നെ ബാർ ഉദ്ഘാടനത്തിന് കാന്താരി പുറത്ത് പോയി എന്നൊക്കെ പറഞ്ഞ് കഥകളും 15 കോടി രൂപ വന്നെന്നൊക്കെ പറയുന്നു. എന്തൊക്കെയാണെന്നുള്ളതും നിങ്ങൾക്ക് ഈ കഥയെക്കുറിച്ച് വലിയൊരു ഇതില്ലെങ്കിൽ നമുക്ക് തന്ന് ഹാസ്യ രൂപേണ കണ്ട് മനസ്സിലാക്കി എന്തൊക്കെ എവിടൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ടൊരു ധാരണയായിട്ട് തന്നെ നമുക്ക് വരാം. നമുക്ക് ഓരോ വീഡിയോയും തന്നെ പിച്ച് വെച്ച് തുടങ്ങാം. ഫേസ്ബുക്കിൽ എഴുതും ലക്ഷ്മിപ്രിയ ഭയങ്കര ജാടയാണ്, അങ്ങനെ ഒരാൾ എഴുതിയിട്ടുണ്ട്, അതും പറയും. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു ചോദ്യം വന്നു. എനിക്ക് അതൊരു ഓക്വേർഡായിട്ട് തന്നെ തോന്നി. ഞാൻ ചോദിച്ചു, എന്റെ എന്ത് ഫോട്ടോയെ കുറിച്ച് ഈ പറഞ്ഞതെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി ഞാൻ വിളിക്കാമേന്ന് പറഞ്ഞു. എന്നെ വിളിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ഞാൻ പറഞ്ഞത് എന്തുവാന്നുള്ളത്, ഇവര് തമ്മിൽ ഒരു തൃപ്പൂണിത്തറ സ്റ്റേഷനിൽ വെച്ചൊരു പ്രശ്നം നടന്നല്ലോ. അതായത് ഒരു കേസ് കൊടുത്തു, വിളിപ്പിച്ചു, 3 മണിക്കൂറോളം അവിടെ പിടിച്ചിരുത്തി ഹരാസ്മെന്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരു കേസ് അവിടുത്തെ SIക്കും ലക്ഷ്മിപ്രിയയ്ക്കും എതിരെ ഹൻസിബ കൊടുത്തായിരുന്നല്ലോ. ആ കേസിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താണെന്നുള്ളതാണ് ചേച്ചി വ്യക്തമാക്കി തരാൻ പോകുന്നത്. നമുക്ക് ദിവസം ഞാൻ മെസ്സേജ് അയച്ചു, ഹൻസിബ എന്റെ എന്ത് ഫോട്ടോയുടെ കാര്യമാണ് മോള് ചോദിച്ചു. ഞാൻ വിളിച്ചു, എടുത്തില്ല. ആ കുട്ടി എടുത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, മോൾ എന്റെ എന്ത് ഫോട്ടോയെ കുറിച്ചാണ് പറയുന്നത്? ഞങ്ങളുടെ ഗുരു എന്ന് പറയുന്നത് ഹഗ്ഗിങ് മദറാണ്, മാതാ അമൃതാനന്ദമയി ദേവി ഞങ്ങളുടെ ഗുരുവാണ്. അപ്പോ ഞാനൊരു മനുഷ്യന്റെ ഹസ്ബൻഡ് നിന്നാലും ഞാൻ ഒരു പുരുഷനെ ഹഗ് ചെയ്യുന്നു വെച്ചാൽ എന്റെ ഭർത്താവിന് അതൊരു പ്രശ്നമല്ല. എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണെങ്കിൽ ഞാൻ അവരെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കും. ആദ്യമായിട്ട് കാണുന്ന മനുഷ്യരാണെങ്കിൽ ഞാൻ തോളത്ത് കൈ വെച്ച് ഫോട്ടോ എടുക്കാറുണ്ട്. അതിലെനിക്ക് മറ്റേ സിനിമയ്ക്കകത്ത് ഇങ്ങനെ ആ ശാന്ത എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോഴത്തേന് കർണം വളക്കെ കിട്ടുന്നില്ലേ. ഇങ്ങനെ ഒരു ഹഗ് ചെയ്ത് ചേർത്ത് നിർത്താനായിട്ട് ഒരു പുരുഷനായിരുന്നു മുന്നിലേക്ക് വരുന്നതെങ്കിലും സ്ത്രീയെ ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലുമായിരുന്നില്ലേ. ഇതിപ്പോൾ ഒരു സ്ത്രീ ഇനിഷ്യേറ്റീവ് എടുത്ത് ഹഗ്ഗിങ് മദറാണ് ഞങ്ങളുടെ മദർ, മാതാ അമൃതാനന്ദമായി ഉള്ളത് കൊണ്ടാണ് ഞാൻ അതുപോലെ ചെയ്യുന്നു, പുള്ളിക്കാരി കാണിക്കുന്നു അതുപോലെ നമ്മൾ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് മേ ബി പുള്ളിക്കാരി ഇരിക്കുമ്പോഴത്തേന് ആൾക്കാർ വന്ന് കാലിൽ തൊട്ട് തൊഴുന്നതൊക്കെ കാണുമല്ലോ. അപ്പൊ അതുപോലെ ചിലപ്പം ഈ ഹഗ്ഗിങ് മദറെ സ്നേഹിക്കുന്ന ഈ ഹഗ്ഗർക്ക് ചിലപ്പം അങ്ങനെയൊക്കെ തോന്നിയേക്കാം അല്ലേ. തോന്നുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. കാരണം ഹഗ്ഗിങ് മദർ തോന്നുന്നില്ല. പിന്നെ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ സന്തോഷം കൊണ്ട് ഞാൻ കവളത്തൊരു ഉമ്മ കൊടുക്കും. അതിലൊരു തെറ്റ് പറയാനില്ല. ഇതല്ലാത്ത ഞാൻ ഒരാളുടെ മടിയിലിരിക്കുന്നതോ ഒരാൾക്ക് വാരി കൊടുക്കുന്നതോ ഒരാളുടെ കൂടെ വേറെ എന്തെങ്കിലും ചെയ്യുന്നതോ ആയിട്ടുള്ള ഫോട്ടോസ് കാണില്ല. മോളുടെ ഫ്രണ്ട് RJ കണ്ട ഫോട്ടോ എന്താണെന്ന് മോളൊന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് തന്നെ ആ മെസ്സേജ് ഒക്കെ ഇപ്പോഴും എന്റെ ഫോണിൽ കിടപ്പുണ്ട്, ടൈമും ഡേറ്റും സഹിതം. അപ്പൊ ആ കുട്ടി വിളിച്ചിട്ട് ആ കുട്ടി പറഞ്ഞു, ചേച്ചി ഞാനൊരു വർക്കിലാണ്, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, രാത്രി 11:30 മണിക്കാണ്. ഓക്കെ എന്ന് പറഞ്ഞു, വിളിക്കുന്നില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും നമ്മള് IFFK പിന്നെ അതിനുശേഷം ഇവരെ തമ്മിൽ കണ്ടതിന് ശേഷം അതിനൊരു വ്യക്തമായ റിപ്ലൈ കൊടുത്തില്ലെന്നാണ് ഈ പറയുന്ന വ്യക്തി അവകാശപ്പെടുന്നത്. അതിനെ തുടർന്ന് തൃപ്പൂണിത്തറ സ്റ്റേഷനിലേക്ക് ഇവരെ വിളിക്കുന്നു. എന്താണ് കാര്യവിവരം എന്നറിയാനായിട്ട് ഒരു തിരക്ക് നടത്തുന്നു. ഓക്കെ, ശേഷം നമുക്ക് സ്ക്രീനിൽ കാണാം എന്താണെന്നുള്ളത്. അറിയില്ല, ഇതാണ് ഇതിന്റെ സത്യം. അപ്പൊ അതിന് എന്റെ ശബ്ദത്തിനെ വെച്ചിട്ട് നിങ്ങൾ എന്നെ വ്യാഖ്യാനിക്കരുതെന്നൊരു റിക്വസ്റ്റും കൂടിയുണ്ട്. അപ്പൊ ഇതിലേക്ക് വന്നാൽ ഈ കുട്ടി പിന്നെ രാവിലെ 11 മണിക്ക് എത്താനായിട്ട് പറയുന്നു. ഈ കുട്ടി 10:30 ആയപ്പോഴത്തേക്ക് അവിടെ വരുന്നു. ഞാൻ പക്ഷേ 11:20 ചെന്നത്. ഞാൻ അവിടെ മോളെ ഡോക്ടറെ കാണിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ടല്ല, അതിന്റെ ഇടയ്ക്കൊന്നും തന്നെ 11:20 ആയപ്പോൾ അതിന് പനിയായിരുന്നു കുഞ്ഞിന്. ഞങ്ങൾ 11:20 അവിടെ എത്തിയപ്പോൾ അൻസിബയുടെ കൂടെ മിഥിലാജ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനും വേറൊരു എനിക്ക് അറിയാത്ത ഒരു മനുഷ്യനും അവിടെ ഉണ്ടായിരുന്നു. ഈ മിഥിലാജ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തനം എന്നല്ലേ പറഞ്ഞത്. ഈ സംഭവം നിങ്ങൾ ക്ലിയർ ആയിട്ടൊന്ന് നോക്കണം കേട്ടോ. ഈ ഒരു പേരാണ് നമുക്ക് ഇനി ആവശ്യമുള്ളത്. അപ്പോൾ SI വേറൊരു പരാതി കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഒരു മാനസിക ദൗർബല്യമുള്ള ഒരു കൊച്ചിന്റെ പരാതി കേൾക്കാറുണ്ട്. അതിന്റെ പേരൻസും ഉണ്ട്. അപ്പൊ അതിനെ അങ്ങനെ അവിടെ നിർത്താനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം അല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ അകത്തോട്ട് കയറ്റിയത്. അപ്പോൾ റൈറ്ററുടെ അടുത്തായിട്ട് ഒരു പഴയ കസേര ഉണ്ടായിരുന്നു, അവിടെ ഞാനിരുന്നു. ഈ കൊച്ച് താഴെ എല്ലാവർക്കും ഉള്ള കസേരയിൽ ആ കുഞ്ഞ് അവിടെ ഇരുന്നു, അൻസിബ അവിടെ ഇരുന്നു. അപ്പൊ എനിക്ക് കാണാം ഇവർ വർത്താനം പറയുന്നതും ചിരിക്കുന്നതും മിണ്ടുന്നതൊക്കെ എനിക്ക് കാണാം. ഞാൻ ഇവിടെ അകത്ത് ഇങ്ങനെ ഇരുന്നു. അപ്പം അകത്ത് ഞാൻ ഇരിക്കാൻ കാരണം കുഞ്ഞ് അകത്തോട്ട് കയറിയാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. അപ്പൊ കുഞ്ഞോടി അകത്തോട്ട് കയറാനായിട്ട് ചിൽഡ്രൻസ് പാർക്കിലല്ലേ പരാതി കൊടുക്കാനായിട്ട് പോയത്.
നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ ഓടി അകത്തോട്ട് കയറുമ്പോഴത്തേന് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഏത് പോലീസുകാരുടെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കുഞ്ഞ് പെട്ടെന്ന് SIയുടെ റൂമിലോട്ട് ഓടിച്ച് അയ്യോ കുഞ്ഞാണോ വന്നത്, മോൾ ഇരുന്നോ, വേണമെങ്കിൽ SI മാമൻ അങ്ങോട്ട് എഴുന്നേറ്റ് മാറി തരാം, മോൾ ഇവിടെ കയറി ഇരുന്നോ, അങ്ങനെ പറയുന്ന ഏത് സ്റ്റേഷനടാ നമ്മളും കണ്ടിട്ടുള്ള. പിള്ളേരും കാര്യങ്ങളൊക്കെ വരുന്നത് എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഓരോരുത്തർക്കും ഇരിക്കേണ്ടതായ സ്ഥലമുണ്ട്, അവിടെ പോയി ഇരിക്കാൻ അവർ പറയത്തുള്ളൂ അല്ലേ. അങ്ങനെ തന്നെ വിസിറ്റേഴ്സ് വെയിറ്റിംഗ് റൂമുണ്ട്, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ സ്റ്റേഷനിലുണ്ട്. അല്ലാതെ കുഞ്ഞോടി സ്റ്റേഷനിൽ CI റൂമിലേക്ക് പോയപ്പോഴത്തേക്കിന് ഞാനും അറിയാതെ കൂടെ അങ്ങ് ഓടിപ്പോകേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ CIയുടെ കൂടെ ഇങ്ങനെ ഇരുന്നു, ഇവരങ്ങ് അവിടെ വിസിറ്റേഴ്സ് ഏരിയയിൽ അവിടെ ഇരിക്കുന്ന ആ ലോബിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയ്യോ പാവം അൻസിബ, കൂടെ ഒരു മാധ്യമ പ്രവർത്തനമായിട്ടുള്ള ഇതിൽ വെച്ച് നിങ്ങൾ രണ്ടുപേരും വന്നല്ലോ. ഞാനിനി അകത്തിരിക്കുന്നത് എൻ്റെ മോൾ ഓടി കയറിയതുകൊണ്ടാണ്, അല്ലാതെ എനിക്കിവിടെ പ്രത്യേക പരിഗണന ഒന്നും കിട്ടാത്തത് കൊണ്ടാണ്. അങ്ങനെയല്ലേ കാണുന്ന കേൾക്കുന്ന നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു കുഞ്ഞോടി പോയതുകൊണ്ട് അകത്ത് കയറിയിരുന്ന് ബാക്കി പുറത്തിരുന്നത്. അയ്യോ പ്രത്യേക പരിഗണനയൊന്നും കിട്ടിയില്ല സ്റ്റേഷനിൽ. കിട്ടിയതുകൊണ്ടാണല്ലോ കിട്ടിയ ആക്കും കൊടുത്താക്കും എതിരെ കേസായിട്ട് വന്നത്. 12 മണി കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ അകത്തേക്ക് വിളിക്കുന്നു. ഒരു 20 മിനിറ്റോളം സംസാരിച്ചു SI. അതിന് തന്നെ SIക്ക് മനസ്സിലായി ഈ കുട്ടി പറയുന്നൊക്കെ കള്ളമാണെന്ന് മനസ്സിലായി. ഈ കുട്ടി ലാസ്റ്റ് അങ്ങനെ ഒരു RJ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് RJയുടെ പേര് പറയുന്നില്ല. SI എന്ന് പറഞ്ഞത് ഇപ്പം അൻസിബ കൊടുത്ത കേസിനകത്ത് ഒരു പ്രതിയല്ലേ, അതല്ലേ SIക്കല്ലേ മനസ്സിലായത്, ഒരു വനിതാ SI അല്ലേ. എവിടെയാണ് ഈ ഫോട്ടോ എടുത്തതെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് പറയാനില്ല, ഏത് ഫോട്ടോയാണ് കണ്ടതെന്ന് ഒന്നും പറയാനില്ല. ലാസ്റ്റ് പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ വീഡിയോ, അതിനെക്കുറിച്ചാണെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാനും വേറൊരു ആർട്ടിസ്റ്റും കൂടി പോയെന്ന് പറഞ്ഞല്ലോ, ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഇപ്പൊ യൂട്യൂബ് വീഡിയോസിലൊക്കെ ഭയങ്കര അപമാനിച്ചുകൊണ്ട് ഞാൻ ഏതോ ബാറിന്റെ ഉദ്ഘാടനത്തിന്, ഞാൻ ബാറിന്റെ ഉദ്ഘാടനത്തിന് ഒന്നും അല്ല പോയത്, ബാറിന്റെ ഉദ്ഘാടനത്തിന് പോകുന്ന വ്യക്തിയുമല്ല ഞാൻ, ആ കാശും എനിക്കൊണ്ട് വേണ്ട. എന്റെ കസിൻ സിസ്റ്റർ, എന്റെ ഹസ്ബൻഡിന്റെ കസിൻ സിസ്റ്റർ സ്മിത ചേച്ചി ഓർഗനൈസ് ചെയ്ത ഒരു പ്രോഗ്രാമിൽ, സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള 250 സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനാണ് ഞാനും ആർട്ടിസ്റ്റും പോയത്. അതിനുശേഷം ഞങ്ങൾക്ക് ഇവരൊരു ഡിന്നർ അറേഞ്ച് ചെയ്തിരുന്നു. ഈ ഡിന്നർ എന്ന് വെച്ചാൽ ചേച്ചിയും ചേച്ചിയുടെ സുഹൃത്തുക്കൾ, ചേച്ചിയുടെ ഹസ്ബൻഡ്, ചേച്ചിയുടെ മകൻ, ഞാൻ, നമ്മുടെ ലളിതകലാ അക്കാദമിയുടെ മുൻ ചെയർമാനായിരുന്ന സുരേഷ് സോമ സാറ്, ഇങ്ങനെ കുറെ അധികം പേരുണ്ട്. അപ്പൊ സുരേഷ് സാറിന് നല്ല കൊട്ടും നാടൻപാട്ടും ഒക്കെ കേട്ടപ്പോൾ എന്നോട് പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പാടാനൊന്നും അറിയില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് താടക എന്ന രാജകുമാരി വിന്ധ്യശൈലത്തിന്റെ താഴ്വരയിൽ നിന്നുള്ള കവിത ഞാൻ അവിടെ പോയി നിന്ന് ചൊല്ലി. ഇതല്ലാതെ ഞാൻ മദ്യപിക്കുകയോ ഞാൻ ബോധം കെടുകയോ ഞാൻ ഡാൻസ് ചെയ്യുകയോ ഞാൻ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ അവർ കാണിക്കട്ടെ. യൂട്യൂബേഴ്സിനാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് കാണിക്കട്ടെ. കാണിക്കാൻ ആർക്കും പറ്റിയിട്ടില്ലല്ലോ ഈ നിമിഷം വരെ. ഇത്രയും അലിഗേഷൻസ് പറയുമ്പോൾ അത് കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോയാണ് ഇങ്ങനെ കാണിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇവര് തന്നെ ഈ പറയുന്ന റെസ്റ്റോറന്റ് തന്നെ നിങ്ങളുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്കുകളും സാധനങ്ങളൊക്കെ ഇപ്പൊ കിട്ടും. പക്ഷെ ആ ലിങ്കിലേക്ക് നമ്മൾ തൊടുമ്പോഴത്തേക്കിന് കയറി എത്തുന്നത് മറ്റൊരു വീഡിയോയിലേക്കാ. അങ്ങനെ പോകാനുള്ള സാഹചര്യം എന്താ? ആ വീഡിയോ ഡിലീറ്റ് ചെയ്തുകൊണ്ടല്ലേ. ആ വീഡിയോ ഒരെണ്ണേ ഉള്ളായിരുന്നത് മനസ്സിലാക്കിയ ഈ നമ്മളുടെ പത്മശ്രീ, പത്മഭൂഷൺ, പത്മലോചനൻ, ജനപ്രിയ നായിക, ജനപ്രിയ വ്യക്തി, തരുണിമണി, ജനങ്ങളുടെ കണ്ണിൽ ഉണ്ണിയും കണ്ണിൽ കുരുവായിട്ടുള്ള ലക്ഷ്മിപ്രിയയ്ക്ക് അത് അറിയാവുന്നത് കൊണ്ടല്ലേ അതിനെക്കുറിച്ച് അത്ര വ്യക്തമായിട്ട് പറയുന്നത്. എന്തുകൊണ്ട് എന്നാൽ ആ ലിങ്കിൽ തൊടുമ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കയറാനായിട്ട് പറ്റുന്നില്ല. ആ വീഡിയോയുടെ ഉൾവശങ്ങളിൽ എന്തൊക്കെ ആയിരുന്നു എന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നില്ല. ഹഗ്ഗിങ് മദറിന് വെച്ചിട്ട് ഞാനൊന്ന് തപ്പി നോക്കിയാലോ? നോക്കിയാലോ അല്ലേ? എന്തുകൊണ്ട് ആ ലിങ്കിൽ തൊടുമ്പം വീഡിയോയിലേക്ക് വരുന്നില്ല? അതൊരു ചോദ്യമല്ലേ. അവരെന്തിനാ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു? ഡിലീറ്റ് ചെയ്യാൻ ഇടയുണ്ടായ സാഹചര്യം എന്താണ്? ഹേയ് കാന്താരി റെസ്റ്റോറന്റ് ഉടമ, നിങ്ങൾ എന്തിനാണ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്? ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയാണോ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്? എല്ലാ തെളിവുകളും അവസാനിപ്പിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്? കാരണം നമ്മൾ ആ ലിങ്കിൽ തൊടുമ്പോൾ എത്തുന്നില്ല. ലിങ്കിൽ തൊടുമ്പോൾ വേറൊരു വീഡിയോ കണ്ടു കാണുമല്ലോ നിങ്ങൾ. എന്തോ ചെയ്യാൻ. ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ സേവ് ചെയ്ത് വെക്കായിരുന്നു. ഒന്നെങ്കിൽ ആദ്യം വന്ന് പറയണം ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. അത് ചുമ്മാ കേസൊക്കെ ആവുന്നതിന് മുമ്പേ അവരെ വിളിച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾ തെളിവ് കൊണ്ടുപോകാൻ ഞാൻ കണ്ടുപിടിച്ച് കാണിക്കാം. വളരെ ചീപ്പായിട്ടുണ്ട് കേട്ടോ. വളരെ വൾഗാരിറ്റിയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആവശ്യമില്ല. കാരണം ഇപ്പൊ എന്റെ മകളെ പിക്ക് ചെയ്യാനായിട്ട് ഞാൻ ആ റോഡിൽ പോയി നിന്നാലും മിനിമം 5 പേര് എന്റെ കൂടെ ഫോട്ടോ എടുക്കും. അത് എന്നോടുള്ള ഇഷ്ടം കൂടുതൽ. ചേച്ചി 4 പേര് വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുമോ? അത് 5 പേരോട് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുമോ? ഗ്രൂപ്പ് ഫോട്ടോ ആയിരിക്കില്ലേ കൂടുതൽ ഇഷ്ടം? ഒന്നുമല്ല, എന്നെ കണ്ട് മുഖപരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എന്റെ കൂടെ 5 പേരെങ്കിലും നിന്ന് സെൽഫി എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും സാധാരണക്കാരെ പോലും നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത, അതുകൊണ്ട് ഇച്ചിരി വൃത്തിയായിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ അപ്പം സാധാരണക്കാര് വൃത്തിയില്ലാതാണോ പോകുന്നത് കുഞ്ഞെ? സാധാരണക്കാരെന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാ? നിങ്ങൾ സാധാരണക്കാരെന്ന് ഉദ്ദേശിക്കുന്നത് വൃത്തിയില്ലാത്തവരാണോ? സാധാരണക്കാർ പോകുന്ന കണക്കല്ല ഇച്ചിരി ഒരുങ്ങിയേ പോകാൻ പറ്റുമെന്ന്. സാധാരണക്കാർ രാവിലെ എഴുന്നേറ്റിട്ട് ഉടുപ്പിന്റെ 2 അറ്റവും അങ്ങോട്ട് വലിച്ചു കീറി തോളിലൊരു സഞ്ചി ഇട്ട് ചാടിയൊക്കെ ഇങ്ങനെ ആക്കി മുടിയൊക്കെ ഇങ്ങനെ പറപ്പിച്ച് ഇങ്ങനെയല്ലേ ഞങ്ങൾ നടന്നു പോകുന്നത്? സാധാരണക്കാരെ കണക്ക് തൊടിക്കാനൊക്കത്തില്ല. ഞങ്ങൾ ഇത്ര വൃത്തിയായിട്ട് പോകണത്. ഞങ്ങളും വൃത്തിയായിട്ടൊക്കെ തന്നെ പോകുന്നത്.
പിന്നെ വലിയ വൃത്തി കുട്ടിക്കൂറ ഇട്ട് കുളിക്കുന്നത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കുട്ടിക്കൂറയൊക്കെ ഇട്ട് തന്നെ കുളിക്കുന്നത്. ചിലപ്പോൾ അത് കൂടിയ കൂറ ഇട്ട് കുളിക്കുമായിരിക്കും. കുട്ടിക്കൂറയുടെ ഓരോ പരിപാടി കൊണ്ട് വന്നേക്കും. സാധാരണക്കാരെ കണക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് വൃത്തിയായിട്ടേ പോകാൻ പറ്റത്തില്ല. അയ്യോ സാധാരണക്കാര് ഈ വീഡിയോ കാണുന്ന നിങ്ങളും നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ ഭർത്താവും നിങ്ങളും അമ്മയും എല്ലാരും പുറത്തോട്ട് പോകുന്നതേ വൃത്തിയില്ലാതാ. ഇവര് മാത്രമേ ഉള്ളൂ ഈ നാട്ടിൽ വൃത്തിയായിട്ട് പട്ടുസാരിയൊക്കെ ചുറ്റി കൊണകൊണന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നല്ലേ. അത് തൊലിഞ്ഞ വർത്താനല്ലേ പറയുന്നത്. ഒരു മര്യാദയൊക്കെ വേണ്ടേ സംസാരിക്കുമ്പോഴത്തേന്. പിന്നെ ചാച്ചാനെ കാര്യം ചോദിച്ചിട്ട് എനിക്ക് വേറെ എന്തൊക്കെ എൻ്റെ വായി വരും ദൈവമേ. യൂട്യൂബ് കമ്മ്യൂണിറ്റിക്ക് എതിരായതുകൊണ്ട് ഇപ്പോൾ ഇത്തിരി പ്രശ്നത്തിൽ ഞാൻ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് വലുതായിട്ട് ചർച്ച ചെയ്യുന്നില്ല. കട്ടി വീഡിയോ ഇഷ്ടപ്പെടുവാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മൊത്തം കണ്ടതിന് ശേഷം നിങ്ങളുടെ കമന്റ് വ്യക്തമായിട്ട് രേഖപ്പെടുത്തും. പിന്നെ ഹൈപ്പ് മര്യാദക്ക് ഈ വീഡിയോയ്ക്ക് അത്ര ഹൈപ്പ് കൊടുത്തോണം. ഇടക്കിടക്ക് ഈ ഒരു കാര്യം എനിക്ക് പറയാനായിട്ട് വയ്യ. ഇനി എന്നെ കൊണ്ട് ഇതുപോലെ പറയിപ്പിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മറ്റൊരു മുഖം നിങ്ങൾ കാണും, ഇതുവരെ കാണാത്തൊരു മുഖം കാണും. കണ്ടല്ലോ, അതുള്ള കാര്യം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞേക്കാം. കൂടുതൽ എനിക്കിന്ന് സംസാരിക്കണം. ഇനി അടുത്ത ഭാഗം കാണാം. അമ്മ പിരിച്ചു വിട്ടതിൽ എനിക്ക് ദുഃഖമുണ്ട്. എനിക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഞാൻ അതിന് മുന്നേ തന്നെ രാജിവെക്കാനായിട്ട് തയ്യാറായിരുന്നു. അമ്മയിലെ അംഗത്വവും രാജിവെക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ഈ കമ്മിറ്റി പിരിച്ചു വിട്ടില്ലായിരുന്നു എങ്കിൽ ഈ ഒരു 45 ദിവസം കണക്ക് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്വേത ചേച്ചി 7 മണിക്കൂർ നിന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നല്ലോ, അത് കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പാണ്. ഞാനൊരു കാര്യം ചോദിച്ചു, ഈ ശ്വേതാ മേനോൻ 7 മണിക്കൂർ നിന്നു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നല്ലോ. കൃത്യം എത്ര മണിക്കൂർ, എത്ര മിനിറ്റ്, എത്ര സെക്കൻഡ് ഒന്ന് വ്യക്തമാക്കാവോ? കാരണം ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു വ്യക്തി നിന്ന് ഇത്ര മണിക്കൂർ, ഇത്ര സെക്കൻഡ്, ഇത്ര മിനിറ്റ് ആണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അറ്റ്ലീസ്റ്റ് 7 മണിക്കൂർ, ഇത്ര മിനിറ്റ്, ഇത്ര സെക്കൻഡ്, ഇത്രാമത്തെ സ്റ്റെപ്പിൽ എത്രാമത്തെ കാല് വെച്ചിട്ടാണ് നിതംബങ്ങൾ എവിടെ വെച്ചത്, അതും കൂടെ ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ കാണുന്നത് ഞങ്ങൾക്ക് ചേച്ചി അത്രയും ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു അതാണ്. മാസം 14-ാം തീയതി, അതായത് ജൂലൈ മാസം 14-ാം തീയതി അമ്മയുടെ അക്കൗണ്ടിലേക്ക് അദാനി ഗ്രൂപ്പിന്റെ ഒരു 15 ലക്ഷം രൂപ ചാരിറ്റി ആയിട്ട് ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നു അമ്മയിലേക്ക്. അത് വന്നിരുന്നെങ്കിൽ ശ്വേതാ മേനോൻ എന്ന് പറയുന്ന പ്രസിഡന്റ് വർഷങ്ങളോളം ഇന്നസെന്റ് അങ്കിൾ പ്രസിഡന്റ് ആയിട്ടിരുന്ന പോലെ ശ്വേതാ മേനോൻ ആ സ്ഥാനത്ത് തുടരുമായിരുന്നു. അതുകൊണ്ട് തന്നെ വാശിക്ക് വേറെ മാടമ്പിമാർക്കൊന്നും അങ്ങോട്ട് കയറാനായിട്ട് പറ്റില്ല. ഇതൊരു വലിയ സംഖ്യയാണല്ലോ, ഒരു ഷോ നടത്തിയിട്ട് കിട്ടുന്നല്ല ഒന്നുമല്ല. ശ്വേതാ മേനോൻ എന്ന വ്യക്തിയുടെ കോണ്ടാക്റ്റിൽ കിട്ടുന്ന ഒരു എമൗണ്ട് ആണ്. അപ്പോൾ അത് പിന്നെ ആർക്കും അത് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇറക്കി വിട്ടതാണ്. അങ്ങനെ ഇറക്കി വിട്ടു എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഉണ്ടാവണല്ലോ പിന്നിൽ. അങ്ങനെ ലക്ഷ്മിക്ക് അങ്ങനെ വ്യക്തമായ തെളിവുകളോ? അത് സിദ്ദിഖ, ഇടവേള ബാബു, പിന്നെ അതുപോലെ ബാബുരാജ്, ഇവരുടെ നേതൃത്വത്തിൽ അത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ബാബുരാജ് ചേട്ടനാണ് 2ാമത് രജിസ്റ്ററിൽ സൈൻ ചെയ്തിരിക്കുന്നത്. രജിസ്റ്റർ ഉണ്ടല്ലോ, നമ്മൾ വരുമ്പോൾ ഒപ്പിടുന്ന രജിസ്റ്റർ, ആ രജിസ്റ്ററിൽ 2ാമതായിട്ട് ഒപ്പിട്ട് വേറൊരു കൗണ്ടർ ഇവർ ഉണ്ടാക്കിയിട്ട് ഈ പാരലായിട്ടൊരു കൗണ്ടർ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് രജിസ്ട്രേഷൻ കൗണ്ടറിൽ ഒപ്പിടാൻ വരുന്നവരെയൊക്കെ ഇവർ അങ്ങോട്ട് വിളിച്ചിട്ട്, അപ്പൊ അമ്മമാരൊന്നും നോക്കില്ലല്ലോ, പ്രായമുള്ളവരാണല്ലോ സ്വാഭാവികമായിട്ട്, അവർ നോക്കില്ല. ഇതെന്താണെന്ന് വായിച്ചു പോലും നോക്കാതെ പലരും ഒപ്പിട്ട് കൊടുത്തിട്ട് അകത്ത് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങള് അവിശ്വാസ പ്രമേയം ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല, അറിയാണ്ട് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ദീപിക ആന്റി ഉൾപ്പെടെയുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അറിയാണ്ട് ഒപ്പിട്ട് കൊടുത്തു. ബേസിക്കലി നിങ്ങൾക്ക് അഭിനയിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അതും ഭൂരിഭാഗം ആൾക്കാർക്ക് വ്യക്തമായിട്ട് അറിയത്തുമില്ല. എങ്ങനെയോ തെന്നിത്തുപ്പി പോകുന്നതേ ഉള്ളൂ ഒരു സൈഡിൽ കൂടെ. തുച്ഛമായ ആൾക്കാർക്ക് മാത്രമേ ഇതിനകത്ത് വ്യക്തമായ ഒരു കരിയറുള്ളൂ. പിന്നെ എവിടേക്കോ അഭിനയിച്ച് ഏതൊക്കെയോ സൈഡിലെ മുഖം കാണിച്ചതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും ഈ ഒരു സംഘടനയിൽ കുറേ നാൾ നിന്ന് പേടിച്ചു പോയി, അത്രേ ഉള്ളൂ. ആരോ എവിടെ ഒരു പേപ്പർ കാണിച്ചപ്പോൾ ഞാൻ അതിനകത്ത് ഒപ്പിട്ട്, ഞങ്ങൾ അതിനകത്ത് ഒപ്പിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, അയ്യോ ഞാനത് അറിയാതെ ഒപ്പിട്ടതാണേ. ഇതില്ല മറ്റേ 96-97 വയസ്സുള്ള അമ്മമാരെ ഈ ഇലക്ഷൻ വോട്ടിന്റെ സമയത്ത് രാഷ്ട്രീയ കക്ഷിക്കാർ ഓടി വന്ന് വീട്ടിൽ നിന്ന് താങ്ങി എടുത്തുകൊണ്ട് പോലോ, അന്ന് മാത്രമേ കാണത്തുള്ളൂ. അവർക്ക് അത്രയും വില കാണുകയും കേൾക്കുകയും കിട്ടുകയും ചെയ്യുന്ന VVIP പരിഗണനയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ മുഖ്യമന്ത്രിയെക്കാളിലും വലുതാണോ എന്നൊക്കെ നമുക്ക് തോന്നി. ഇപ്പം വരുന്ന ഒരു അമ്മൂമ്മയായിട്ടുള്ള വോട്ടറിനെയൊക്കെ അവരെ കൊണ്ടുവന്ന് അവരങ്ങോട്ട് ചിഹ്നം ചുവപ്പ് എന്ന് പറയുമ്പോൾ എന്നാ ചിഹ്നം വെള്ള ഒറ്റ കുത്ത് അല്ലേ, എന്നിട്ടോ അയ്യോ മാറിപ്പോയല്ലോ അയ്യോ. എന്നിട്ട് വെളി ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഈ വോട്ട് ചെയ്തതിൻ്റെ ഇവിടെ വെളിയിൽ ഒരു കിലോമീറ്റർ, ഒരു 500 മീറ്ററിനപ്പുറത്തോ അല്ല 1 കിലോമീറ്ററിനപ്പുറത്ത് ഇവരുടെ കൗണ്ടറൊക്കെ കാണുമല്ലോ. അപ്പോൾ അവിടെ കുത്തിയിട്ടുണ്ട് കേട്ടോ, കുത്തിയിട്ടുണ്ട്, മറ്റു അയ്യോ മാറിപ്പോയല്ലോ അയ്യോ. അപ്പം നമുക്ക് പരിഗണിക്കാം, എന്താ ഇവരുടെ പ്രായത്തിന് നമുക്ക് പരിഗണിക്കാം. ചിലപ്പോൾ മാറിപ്പോയതായിരിക്കും, കളർ സെൻസ് ഒക്കെ ഇച്ചിരി മാറിപ്പോയതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും ചിഹ്നങ്ങളൊക്കെ മാറിപ്പോകാനും ചാൻസ് ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാം. ഇത്രയും സിനിമയിൽ അഭിനയിച്ച് ഇമാരി പരിപാടി കാണിച്ചിട്ട് ഇതുപോലൊരു വലിയ കമ്മിറ്റി, അതായത് ചെറിയ കമ്മിറ്റി ഒന്നുമല്ല, പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ഇവരെക്കാട്ടിലും ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഈ കമ്മിറ്റിയിൽ ഉള്ളത് കൊണ്ടാണ് ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയൊരു കമ്മിറ്റി ആവുന്നത്. ഞാൻ അറിഞ്ഞത് വെച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പ്രകാരം ടോം ക്രൂസ് വരെ അമ്മയിൽ അംഗത്വം എടുക്കാനായിട്ട് ക്യൂ നിൽക്കുവാണെന്ന് അറിഞ്ഞത്. അത്രയും വലിയ കമ്മിറ്റി ബിക്കോസ് ഓഫ് ലക്ഷ്മി പ്രിയ. ഡയറക്റ്റ് ടോം ക്രൂസ് വിളിച്ച് ക്യാൻ യു പ്ലീസ് ഗിവ് മീ എ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു. ലക്ഷ്മി പറഞ്ഞു വെയിറ്റ്
ടോം ഒക്കെ അങ്ങ് ടോം ആൻഡ് ജെറിയിൽ, ക്രൂസ് ഒക്കെ അങ്ങ് വണ്ടിക്കകത്ത്, രണ്ടും കൂടെ ചേർന്നിട്ട് ഞങ്ങളുടെ ഇടയിലോട്ട് വരണ്ട എന്ന് പറഞ്ഞൊന്ന് ഹോൾഡ് ചെയ്ത് നിർത്തിയതാ. നിന്റെ 2 സിനിമ കൂടെ കാണട്ടെ, നിന്റെ അഭ്യാസം കണ്ടിട്ട് നിന്നെ സിനിമയുടെ അമ്മയിൽ എടുക്കണോ അത് സ്റ്റണ്ട് ആർട്ടിസ്റ്റിന്റെ സംഘടനയിൽ എടുക്കണോ എന്നൊരു തീരുമാനമാക്കട്ടെ. ലക്ഷ്മിപ്രിയ ഹോൾഡ് ചെയ്തതാ. അത് അത്രയും ഹോൾഡുള്ളൊരു സംഘടന, അത്രയും വലിയ സംഘടന. എന്നാൽ അതിനകത്ത് പ്രവർത്തിക്കുന്നത് മൊത്തം വിവരമില്ല, തേങ്ങയില്ല, മാങ്ങയില്ല, എവിടെ ഒപ്പിടണമെന്ന് അറിയത്തില്ല. മാങ്ങ എന്ന് പറഞ്ഞാൽ ചക്ക എന്ന് പറഞ്ഞാൽ മാങ്ങ അല്ലേ? നിങ്ങൾ പറയാതെ പറയുന്നുണ്ടേ ഒരുത്തരും വിവരമില്ല എന്നുള്ളൊരു കാര്യം. ഇനി വലുതായിട്ട് തെളിയിക്കാനൊന്നും നമ്മുടെ അടുത്ത് നിൽക്കല്ലേ. ഇനി ഈ ലക്ഷ്മിപ്രിയ ഈ ഹൻസിബയെ കുറിച്ച് പറയുന്നൊരു കാരണം ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന മൂർച്ഛിച്ച് നിൽക്കുമല്ലേ. മൂർച്ഛിച്ച് നിൽക്കുമ്പോഴത്തേന് കൈവിട്ടൊരു കാര്യമാണ് പറഞ്ഞു കളയുന്നത്. ഹൻസിബ ഹസന് ഞാൻ മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാനും ഹൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോ ഞാൻ എന്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എന്റെ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോ താഴെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. ബെല്ലടിക്കുന്നു, അൻസിബയെ വിളിക്കുന്നു, അൻസിബ ഫോൺ എടുക്കുന്നില്ല, ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആള് വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. അപ്പൊ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു. ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ പുള്ളി കട്ടിലയിൽ ഇരിക്കുക, ഈ മനുഷ്യൻ കട്ടിലയിൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഇതാരാണെന്ന് ചോദിച്ചു. അയ്യോ ഇതെന്റെ ബ്രദറാണ് എന്ന് പറഞ്ഞു. ആങ്ങളെ എങ്ങനെയാണ് മുഖം മറച്ചൊരു പെങ്ങളുടെ റൂമിൽ വരുന്നത്? മാത്രമല്ല ഇത്രയും വലിയൊരു പെങ്ങളുടെ കൂടെ ആങ്ങളെ താമസിക്കില്ലല്ലോ. ബ്രദറിന്റെ ആധാർ കാർഡ് തരാൻ പറഞ്ഞു. ആധാർ കാർഡ് ചോദിച്ചപ്പോ പറഞ്ഞു അവര് 7 സ്റ്റാർ ഹോട്ടലിൽ വരെ താമസിക്കുന്ന ആൾക്കാരാണ്, ആധാർ കാർഡ് ഒന്നും തരാനായിട്ട് പറ്റത്തില്ല. മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്, അതും ഈ മിഥിലാജ് ആണ്. ഈ സ്റ്റേഷനിൽ വന്ന അതേ മിഥിലാജ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞുതരാം, മുൻപ് കോമഡി ഉത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്ന താടി മുടിയൊക്കെ ഉള്ള മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. മിഥിലാജ് അൻസിബയുടെ റൂമിൽ വന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. ഇത് സംഭവം ഈ ആരോപണങ്ങൾ നമുക്ക് ആർക്കെതിരെ വേണമെങ്കിലും ആരോപണം. ഇപ്പം ഞാൻ വന്നിട്ട് ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു ചേച്ചി, ആ ചേച്ചിക്കെതിരെ ഞാനൊരു ആരോപണം ഉന്നയിക്കാം. ആരോപണം അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാ. മറ്റേ കോടതിയുടെ നയം. ഇപ്പൊ കോടതിയിൽ നമ്മളൊരു സംഭവം ആയി കഴിഞ്ഞാൽ അത് തെളിയിക്കണം നമ്മുടെ ഉത്തരവാദിത്തം. അയ്യോ ഞാൻ അങ്ങനെ ഇല്ല, ആ ഡേറ്റ് ഞാൻ അവിടെ ഇല്ലായിരുന്നു, ആ ഡേറ്റ് ഞാൻ അവിടെ പോയിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാ. ഇപ്പൊ പറഞ്ഞല്ലോ ഈ അമ്മയുടെ കമ്മിറ്റിയിൽ ഒരു ആരോപണം വന്നിട്ട് ആര് പറയുന്നു? മറ്റേ ബാബുരാജ് വന്നിട്ടൊരു ആരോപണം എന്ന് പറയുക 15 കോടി രൂപ മേടിച്ചിട്ടുണ്ട്, അത് മേടിച്ചിട്ടില്ല തെളിയിക്കേണ്ടത് ശ്വേതാ മേനോനാണെന്ന് അങ്ങനെ സാധനം പറയുമല്ലേ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോഴത്തേക്കിന് അതിന് ചെവി ഓർക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ടോ? അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോഴത്തേന് ആ ആരോപണത്തെ സത്യമാണെന്ന് തെളിയിക്കുന്ന ചുരുക്കം ഒരു 2 തെളിവെങ്കിലും നമുക്ക് മുന്നിലേക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തെളിവിന് നിങ്ങൾക്ക് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? അങ്ങനെയല്ലേ നമ്മൾ പറയേണ്ടത്, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കാണിക്കേണ്ടത്. അല്ലാതെ ഇപ്പൊ വന്നിട്ട് നാളെ നിങ്ങൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ് അൻസിബയുടെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ബിച്ചുവിന് 18 കോടി രൂപ കിട്ടിയെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് ഞാൻ തെളിയിക്കണ്ടേ? എന്തോ ചെയ്യും? ഞാൻ ചിലപ്പോൾ എൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നിങ്ങളെ കാണിക്കും. നിങ്ങൾ പറയും ആ അക്കൗണ്ടിലൊന്നും അല്ല കയ്യിലാണ് മേടിച്ചെന്ന് പറയാം. വല്ലതും ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്തോ ചെയ്യാൻ പറ്റും? കൂടിപ്പോയി ഈ മെത്ത പൊക്കി കാണിക്കാൻ പറ്റും, ഇതിനകത്തില്ലെന്ന്. ഇപ്പുറത്തൊരു അലമാരി ഉണ്ട്, അത് കാണിക്കാൻ പറ്റും ഇല്ലെന്നുള്ളത്. വേണം എൻ്റെ വണ്ടിയുടെ ഡിക്കി എടുത്ത് കാണിക്കാൻ പറ്റും. ഈ അടച്ചുറപ്പുള്ളത് എൻ്റെ വണ്ടിയുടെ ഡിക്കിയും ചിലപ്പോൾ ഇതിൻ്റെ അടിയിലൊന്നും ഇല്ല കേട്ടോ, ചുമ്മാ പറഞ്ഞു. മെത്ത ഒക്കെ ചില നമ്മൾ അതിൻ്റെ അടിയിലൊക്കെ പൈസയൊക്കെ വെക്കില്ല, അതുകൊണ്ട് പറഞ്ഞു. അലമാരിയൊക്കെ എടുത്ത് കാണിക്കാനല്ലേ പറ്റൂ. അല്ല മേടിച്ചത് ഞാൻ കുഴി കുടിച്ചിട്ടേക്കുവാണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കുഴി കുടിച്ചിട്ടില്ല എന്ന് ഞാൻ തെളിയിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീടിൻ്റെ 4 ചുറ്റും മാനം തോണ്ടി കുഴിയെടുത്ത് നിങ്ങളടുത്ത് കാണിക്കാൻ പറ്റുമോ? ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു തെളിവൊന്നും മാറി എങ്ങനെയൊന്നും പറയരുത് ബിച്ചു. പലപ്പോഴും നീ എന്ത് ഇങ്ങനെ സംസാരിക്കുന്നത്? ഒരിക്കലും ആ തനതായിട്ടുള്ള നിന്റെ ശൈലിയും ആ സ്വഭാവവും മാറ്റണം. പ്രായം ഒരുപാടായി വരുമല്ലേ. ഇപ്പൊ ബർത്ത്ഡേ കഴിഞ്ഞേ ഉള്ളൂ കേട്ടോ എൻ്റെ. ഇപ്പം 2 ദിവസം മുമ്പോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ നോക്കുക ജീവിതത്തിൽ. പ്രായമായി ഓക്കെ. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ്. അപ്പം ഈ ചേച്ചി പറഞ്ഞായിരുന്നല്ലോ, ഇതായത് ഈ അമ്മ പിരിച്ചുവിട്ടപ്പോഴത്തേക്ക് എനിക്ക് വല്ല സങ്കടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അത് നിങ്ങളാ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നിങ്ങൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അന്ന് ഞാൻ ചൂണ്ടിയെടുത്ത് വെച്ച് ഇതുപോലൊരു അവസരം കിട്ടുമ്പോൾ അടിക്കാന്ന് വെച്ചിട്ട് ഒരു സൈഡ് മാത്രം പറയുന്നതാണ് ശരി എന്ന് പറയുന്ന ആൾക്കാർ കൂടെ നമ്മൾ എങ്ങനെ പോകും? ഇവിടെ ഈ നാട്ടിൽ കോടതിയും നിയമവും സത്യവും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ പ്രാഥമിക അംഗത്വ ഞാൻ അങ്ങനെ പറയുന്നില്ല. ഒരു സൈഡ് പറയുന്ന നറേഷനുകൾ മാത്രം വിശ്വസിക്കുന്നു. അതിൽ മാധ്യമങ്ങൾക്കും ചെറുതല്ലാത്ത പങ്കുണ്ട്. കാരണം ഇന്നലെ ഞാൻ എഴുതിയ 93
93 യൂട്യൂബ് വീഡിയോകൾക്കെതിരെയും മലയാള സിനിമയിൽ മുൻപ് പ്രവർത്തിച്ചിരുന്നു എന്ന് അവകാശപ്പെടുന്ന 2 യൂട്യൂബേഴ്സ്, മലയാള സിനിമയിൽ ഒരു കാലത്ത് സംവിധായകരെന്നൊക്കെ അവകാശപ്പെടുന്ന 2 യൂട്യൂബേഴ്സിനെതിരെയും ഞാൻ ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ അല്ല, ഈ 2 സംവിധായകരെന്ന് അവകാശപ്പെടുക എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു സിനിമ എടുക്കാം, നിങ്ങളുടെ ഹസ്ബൻഡ് സംവിധാനം ചെയ്യാം, പുള്ളിക്കാരൻ ഒരു സംവിധായകനാണ് എന്ന് അവകാശപ്പെട്ടിട്ട് ആ സിനിമ ഇപ്പോഴും ഇറക്കാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുന്നത്, അങ്ങനെ ഒരു അവകാശമാണോ ഉദ്ദേശിക്കുന്നത്? ഈ നാട്ടിലെ മെയിൻ മീഡിയാസ് ഞങ്ങളൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളടക്കമുള്ള മെയിൻ മീഡിയാസ് പോലും നിങ്ങൾ അതിൽ ഉത്തരവാദികളാണ് എന്നത് ഞാൻ പറയുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി എനിക്കൊന്നും പറയാനില്ല. ഗൂഢാലോചനയൊന്നും എനിക്ക് പറയാനില്ല ചേട്ടാ. എനിക്ക് അങ്ങനെയൊന്നും പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ കാണാത്ത കാര്യം പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണ് എന്ന് അപ്പൊ ഇത്രയും പറഞ്ഞ ചേച്ചിക്ക് ആ കമ്മിറ്റി പിരിച്ചു വിട്ടതിനകത്തും ആ കമ്മിറ്റിയിൽ നിന്ന് ഒരു മെമ്പർ സ്ഥാനം പോയതിനകത്തും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മെമ്പർ ആയിരുന്നല്ലോ ആ ഒരു സ്ഥാനം പോയതിനകത്തും യാതൊരുവിധ ദേഷ്യവും സങ്കടവും ഇല്ല. വളരെ ചിരിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരെ നേരിടുന്ന ഒരു വ്യക്തി അല്ലേ, വളരെ സഭ്യമായ ഭാഷയിലൂടെ നേരിടുന്ന ഒരു വ്യക്തി ചിലപ്പം ഈ സംസാരിക്കുന്നതിനിടയിൽ പണ്ടത്തെ രീതി പ്രകാരം ഫോട്ടോഗ്രാഫ്സ് മാത്രമേ ഉള്ളൂ, വീഡിയോഗ്രാഫി ഇല്ലായിരുന്നൊരു സമയമായിരുന്നു എന്നുണ്ടെങ്കിൽ ലക്ഷ്മി പ്രിയയുടെ വായിൽ നിന്നും പൂരപ്പാട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പോലുള്ള മാധ്യമ പ്രവർത്തനം അവിടെ നിന്ന് കേൾക്കേണ്ടി വരുന്നത്. സീരിയസ്ലി ആ ഒരാട്ടം ഉണ്ടല്ലോ, ഈ ഒരു സെറ്റപ്പിലായിരുന്നു അവിടെ ഇങ്ങനെ ആടി ഒലഞ്ഞു വരൂ. അടുത്ത് എന്തോ കാണിക്കാൻ, ഇതിനകത്ത് 2 കാര്യം കൂടെ കാണിക്കാനുണ്ട്. ഇതിനകത്ത് ഏതെടുത്ത് കാണിക്കുമെന്ന് വെച്ചാൽ തലേ ചൊറിഞ്ഞിരിക്കേണ്ടി വരും. ഇനി അൻസിബയ്ക്ക് ഈ കേസുമായിട്ടൊരു കാര്യം പറയേണ്ടത് കാണാം. ലക്ഷ്മിപ്രിയായിട്ടുള്ള പ്രശ്നം, പോലീസ് കേസുമായിട്ട് അൻസിബ മുന്നോട്ട് പോകുമ്പോൾ പോലീസ് ഓഫീസേഴ്സ് പറയുന്നു കേസ് എടുക്കാൻ കഴിയില്ല, കഴിയില്ല എന്നതുമായി ബന്ധപ്പെട്ടാണ്. അവിടെ നിന്നൊരു തിരിച്ചടി കിട്ടും അൻസിബയുടെ മനസ്സിലെന്തായിരുന്നു എനിക്ക് അറിയാൻ കൊള്ളാറുണ്ട്. കാരണം ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ജനങ്ങൾ നോക്കുമ്പോഴേക്കും കിട്ടേണ്ട നീതിയാണ്, പക്ഷേ പോലീസ് അത് കേസ് എടുക്കാൻ തയ്യാറാകുന്നില്ല. അതൊരു ആഭ്യന്തര വിഷയമാണ്, അതൊരു ഹിയർസേ ആണ് എന്ന് പറയുമ്പോഴേക്കും വോട്ട് ചെയ്തു. അത് ഹിയർസേ അല്ല, അത് എനിക്കെതിരെ ഒരു തെളിവുമില്ലാത്ത ഒറ്റ നോട്ടത്തിൽ വ്യാജമെന്ന് തോന്നുന്ന ഒരു പരാതി ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു. FIR പോലും ഇടാത്ത, കാരണം FIR ഇടാൻ പറ്റൂല, ഒന്നുമില്ലാത്തൊരു പരാതി. അങ്ങനെയുള്ളൊരു പരാതിയുടെ പുറത്ത് ഒരു നോട്ടീസ് പോലും നൽകാതെയാണ് എന്നെ വിളിച്ചു വരുത്തി ഒരു 3 മണിക്കൂർ ഹരാസ് ചെയ്തത്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഞാൻ അവിടെ ഒരു 10:30 കൂടി എത്തി. 11 മണി വരെ വെയിറ്റ് ചെയ്തു. 11 മണിക്ക് SIയുടെ ക്യാബിനിൽ കയറുന്നു. 11:30 പരാതിക്കാരി വരുന്നു. പിന്നെ പരാതിക്കാരിയും SIയും പരാതിക്കാരിയുടെ ഭർത്താവ് ഫോണിലൂടെയൊക്കെ വിളിച്ച് ഇൻട്രോഗേഷനാണ്. ഇതെല്ലാം കഴിഞ്ഞ് തളർന്ന് ഞാൻ പുറത്തിറങ്ങി. ഖേദപ്രകടനം എഴുതി ഒപ്പിടിപ്പിച്ചു. ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു മാധ്യമ സുഹൃത്തിനെയും കൂട്ടിയേ പോയത്. അദ്ദേഹം പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ കണ്ണ് നിറയുന്നുണ്ട്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് പറ്റുന്നില്ല. എന്താ പറ്റിയെന്ന് നോക്കിയിട്ടുണ്ട്, സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ണ് ഇങ്ങനെ ടിയർ ഡ്രോപ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ സത്യം പറഞ്ഞാൽ വിഷമം വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ, അവിടെ ഇങ്ങനെ നടന്നു ഇങ്ങനെ പറയുമല്ലോ, റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കാം. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വേറൊരു ഫ്രണ്ടിനെ കൂടെ വിളിച്ചു. ഞാൻ ഡ്രൈവ് ചെയ്ത് ഇതിങ്ങനെ പറഞ്ഞ് തിരിച്ച് കാക്കനാട് ഞാൻ താമസിക്കുന്നത്. അവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെയും കൂടെ വിളിച്ചു. ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് ആ സുഹൃത്തും കൂടെ വന്നു. അങ്ങനെ ഈ 2 മാധ്യമ സുഹൃത്തുക്കളും കൂടെ എൻ്റെ കൂടെ വന്ന് വനിതാ സെല്ലിൽ വന്നിട്ട് SIയെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പം പുറത്തിരുന്നു. എന്നിട്ട് ഇവർ SIയോട് സംസാരിച്ചു. SIയോട് പറഞ്ഞു ഞങ്ങൾ ഭയങ്കര ഏകപക്ഷീയമായിട്ടാണ് അവിടെ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഇത്രയും നടന്ന സ്ഥിതിക്ക് ഞങ്ങൾ എന്തായാലും മാധ്യമങ്ങളിൽ അറിയിക്കാം. ഈ ഖേദപ്രകടനം നടത്തിയതിൻ്റെ പരാതിക്കാരിക്ക് ഫോട്ടോ എടുക്കാനും സമ്മതിച്ചു. ആക്ച്വലി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എനിക്കറിയാവുന്ന ഒരു രീതി വെച്ചിട്ടും ഞാൻ ഇതുവരെ ഇടപഴകിയ ഒരു രീതി വെച്ചിട്ടും പറയാം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വീഡിയോ കാണുന്നവരായിക്കോട്ടെ, നിങ്ങൾക്കിപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇതുപോലൊരു ഹരാസ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പെണ്ണ് പറയുന്ന ഒരു സമയം വെച്ച് നോക്കുമ്പം CI ആണ് അവിടുത്തെ സ്റ്റേഷൻ അഡ്മിനിസ്ട്രേഷൻ കിട്ടുന്ന ഒരാൾ അല്ലെ, പവർ കിട്ടുന്ന ഒരാൾ. അപ്പം അവർക്കെതിരെ നമ്മൾ പരാതി കൊടുക്കുന്നത്, അതായത് ആ പോലീസുകാർ, ആ പോലീസ് സ്റ്റേഷനിലെ ഉന്നത ഉദ്യോഗസ്ഥൻ നമ്മളെ ഹരാസ് ചെയ്തു എന്ന രീതിയിൽ ഒരു പെണ്ണ് ഇങ്ങനെ ഒരു പരാതി ആരോപണമായിട്ട് നടത്തുമ്പോഴത്തേക്കിന് നമ്മളത് പരാതി കൊടുക്കേണ്ടത് അതൊരു വനിതാ സെല്ലിലേക്ക് ആ ഒരു സാധനം കൊടുക്കുമ്പോഴത്തേക്കിന് ഒരേ റേഞ്ചിൽ വരുന്ന ആൾക്കാരാണ്, ഒരേ ഡെസിഗ്നേഷനിലായിരിക്കും അവിടെ വരുന്നത്. നിങ്ങളെ വനിതാ സെല്ലിലോട്ട് ചെല്ലുമ്പോഴത്തേന് അവിടെ നിങ്ങൾക്ക് നല്ലൊരു തീർപ്പ് അവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിത് ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് തൊട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് തീർപ്പ് കിട്ടുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് അതിൽ നിന്നും മുകളിലേക്ക് നിങ്ങൾക്ക് അവിടെ ഒരു പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡയറക്റ്റ് SP കൊടുക്കുക, ഹ്യൂമൻ റൈറ്റ്സിൽ കൊടുക്കുക. ഈ 2 സ്ഥാനത്ത് നിങ്ങൾ കൊടുക്കുക. കാരണം ഹ്യൂമൻ റൈറ്റ്സിൽ നിന്ന് ഇവർക്ക് എന്തായാലും എൻക്വയറി പോകും. SP പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം SP ഉണ്ട്. SP നേരെ ആർക്ക് കൊടുക്കും? DYSP കൊടുക്കും. DYSPയുടെ ഓഫീസിൽ നിങ്ങളെ വിളിപ്പിക്കും. ഈ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം അന്നേരം അവിടെ കിട്ടുന്നോ നിങ്ങൾ നോക്കുക. കിട്ടാതിരിക്കാനും 50-50 ചാൻസേ ഉള്ളൂ. അങ്ങനെ ഒരു സംഭവമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം? നേരെ DGPക്ക് കൊടുക്കണം. ഡയറക്റ്റ് ഇവിടെ തീർപ്പായിട്ടില്ല ഡയറക്റ്റ് DGPക്ക് കൊടുക്കണം. DGP
DGPക്ക് നിങ്ങൾക്ക് കൊടുക്കാം. DGP കൊടുത്തില്ലെങ്കിൽ ഡയറക്റ്റ് പോലീസിനെ നയിക്കുന്നത് ആരാണോ, പോലീസിനെ നയിക്കുന്ന മന്ത്രി ആരാണോ, ഇപ്പൊ രമേശ് ചെന്നിത്തല, നേരെ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുക, ഈ സാധനത്തിന് തീർപ്പ് നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ ഒരു പെണ്ണിനെ തട്ടി, പെണ്ണിനെ മുട്ടി, പെണ്ണിനെ ഹരാസ്മെന്റ് ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങൾ വനിതാ സെൽ എന്ന് പറഞ്ഞ സാധനം വിട്. വനിതാ സെല്ലിലേക്ക് വന്നിട്ട് എനിക്ക് തോന്നുന്നില്ല, ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാനിത് ചെയ്ത ഒരാളുമാണ്. ഇതിനകത്ത് എന്നോട് ആരും ചോദിക്കാനും തൊലിക്കാനും വന്നു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ എൻ്റെ വാക്കുമുണ്ട്, നാക്കുമുണ്ട്, കാര്യ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ നമ്മളൊരു യൂട്യൂബർ ആയതിന് ആ ഒരു പ്രയോറിറ്റി ഒന്നും എടുത്ത് ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. ഞാനൊരു യൂട്യൂബറായി, എനിക്കിങ്ങനെ ഉണ്ടായി, ഞാൻ അതുകൊണ്ട് എടുത്ത് വീഡിയോ ഇടാനായിട്ട് എനിക്ക് ഇതുവരെ ഉണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഇവളിത് പറയുന്നത് കേട്ടതുകൊണ്ട് ഞാനല്ലാതെ ഒരു വീഡിയോ പോലും ഈ സംഭവം പറഞ്ഞിട്ടില്ല. ഏകദേശം നടന്നിട്ട് ഒരു 4-5 മാസമായിട്ടുണ്ട് ഈ സാധനം. വേണ്ടാന്ന് വെക്കുന്ന ഞാൻ പോട്ടെ. അപ്പം ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഇതുപോലൊരു ഹരാസ്മെന്റ് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ പോവുക. ഈ രീതിയിൽ പോകുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് അതിന് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. കാരണം മേലുദ്യോഗസ്ഥരിലേക്കാണ് ഈ സാധനം എത്തേണ്ടത്. എത്തുമ്പോഴത്തേക്കിനായിരിക്കും ഇതിന്റെ സീരിയസ്നെസ് വരുന്നത്. അവിടെ തീർപ്പായില്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇപ്പോഴത്തെ സത്യം പറയാം ഇപ്പം ഭയങ്കര സുതാര്യമാണ്. നേരത്തെ രമേശ് ചെന്നിത്തലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ വിവരം എന്തോന്ന് കാണിച്ചു കൊടുത്തേനും. ഈ നേരത്തെ മണുകുണാഞ്ചൻ ഇരുന്ന കാരണം ഒരു കോപ്പും നടന്നില്ല. പക്ഷേ ഇപ്പൊ രമേശ് ചെന്നിത്തല ആക്സസ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇപ്പം ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. മേ ബി നേരിട്ടൊന്ന് കാണാൻ പറ്റും കേട്ടോ, ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇല്ലാന്ന് പറയാൻ പറ്റില്ല, കാണാൻ പറ്റും. അത് വളരെ ആനുകൂല്യപ്പെട്ട സമയം ഇപ്പം സീരിയസ്ലി. അപ്പം അങ്ങനെ ചെയ്യാവുക, അല്ലാതെ ഇത് കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ്. ചിലപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ കാണുമായിരിക്കും വീഡിയോ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാം. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് മാത്രം പറഞ്ഞത്, അല്ലാതെ ആരും കേട്ടതൊന്നുമല്ല. അപ്പം എനിക്ക് പേടിയാവുന്നുണ്ട്. ഇനി എന്തെങ്കിലും എഴുതി ചേർക്കുമെന്നുള്ള പേടി എനിക്ക് അപ്പോഴേ ഉണ്ട്. ഞാൻ ഇറങ്ങി പോരുകയും ചെയ്തില്ല. ഞാൻ പറഞ്ഞു എനിക്കും ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. ഇതിൽ എന്തൊക്കെ എഴുതി ചേർക്കുമെന്ന് എനിക്ക് അറിയില്ലല്ലോ, കാരണം ഞാൻ ഒപ്പിട്ട് കൊടുത്തതാണ്. ഒരു പബ്ലിക് ഡയറിയിലാണ് ഞാൻ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇവർ ചോദിച്ചപ്പോഴേക്കും അവസാനം മാധ്യമങ്ങളിൽ അറിയിക്കും എന്ന് പറഞ്ഞപ്പോൾ SI പറഞ്ഞു അൻസിബ വന്ന് ഫോട്ടോ എടുത്തോട്ടെ. അങ്ങനെ ഞാൻ അകത്ത് ചെന്നു, മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പുറത്ത് ഇറങ്ങുമ്പോൾ ഞാൻ അടിയിലെ ലൈൻ വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതായത് ഞാൻ പറഞ്ഞ ഖേദം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് അതായത് ഈ ഒരു മെസ്സേജിന് ഇപ്പോൾ മറ്റുള്ളവർക്ക്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, ഞാൻ അങ്ങനെ ഒരു ഇൻറ്റൻഷ്യൽ അയച്ച മെസ്സേജും അല്ല, മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പാണ്. ഇതിനാൽ പരിഹരിച്ചിരിക്കുന്നു എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് SI എഴുതിയിട്ടുണ്ട്. അത് ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ ആ കുത്ത് ഇച്ചിരി വലിയ കുത്തായിരിക്കും. ഒറ്റ ഫുൾ സ്റ്റോപ്പല്ലേ നമ്മൾ ഇടുള്ളൂ, അതിനൊരു വലിയ കുത്തുണ്ട്, അതിൻ്റെ ഇടയിലൊക്കെ ഉള്ള കുത്ത് ചെറുതാ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അടുത്ത 2 ലൈൻ എഴുതി ചേർത്തിട്ടുണ്ട് SI. ഇതിന്മേൽ പരാതിക്കാരിയുടെ ഭർത്താവിന് ഇതിൻ്റെ ഒരു കോപ്പി മൊബൈൽ ഫോണിൽ വാട്സപ്പ് മുഖാന്തരം അയച്ചു നൽകിയിട്ടുണ്ട്. ഈ 2 വരി ഞാൻ ഒപ്പിടുന്നവരെ ഇല്ലായിരുന്നു. അത് ഞാനിട്ട്, അതായത് ഖേദം പ്രകടിപ്പിക്കുന്നു, പരാതി ഇതിനാൽ പരിഹരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സാധനം പറഞ്ഞിട്ടുള്ള ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് ഈ 2 വരി എഴുതി ചേർത്തിരിക്കുന്നത്. ഈ എഴുതി ചേർത്ത 2 വരി തന്നെ ലാസ്റ്റ് വരി അതായത് ഏറ്റവും അടിയിൽ SIയുടെ ഒപ്പും റൈറ്റ് സൈഡിൽ എൻ്റെയും പരാതിക്കാരുടെ ഒപ്പാണ്. SIയുടെ ഒപ്പിൻ്റെ മേലെ കൂടെയാണ് ഈ റൈറ്റിംഗ് പോയിരിക്കുന്നത്. ഒരിക്കലും ഒരു കാര്യത്തിലും നമ്മൾ ഒപ്പിടുമ്പോൾ ഒപ്പിൻ്റെ മേലെ കൂടെ ഒരു അക്ഷരം പോലും പോകാൻ പാടില്ലല്ലോ. കൃത്യമായിട്ട് അതിൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോയിൽ കൃത്യമായിട്ട് ഈ ഒപ്പിൻ്റെ മേലെ കൂടെ ഈ SI എഴുതിയ വാക്കുകൾ പോയിട്ടുണ്ട്, അക്ഷരം പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇത് എഴുതി ചേർത്താണല്ലോ, ഞാൻ ഒപ്പിട്ട് കൊടുത്തപ്പോൾ ഇതില്ല. അപ്പം ഞാൻ വക്കീലുമായിട്ടൊക്കെ സംസാരിച്ചു. ഞാൻ ആമയിൽ നിന്ന് ഞാൻ രാജിവെച്ചു. കാരണം ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയ മാനസിക പീഡനം ഭയങ്കര ഹരാസ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാനിത് സ്ക്രീൻഷോട്ട്, അതായത് ഫോട്ടോ എനിക്ക് കിട്ടിയത് 3:10 കണ്ട. രാവിലെ ഞാൻ 10:00 പോയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. എന്നിട്ട് ഞാൻ അതായത് ഒരു 2:30 കണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് പോലീസ് സ്റ്റേഷനിൽ നിന്ന്. എനിക്ക് ഇത് ഖേദപ്രകടനം നടത്തിയ പേപ്പർ തരൂല എന്ന് പറഞ്ഞിട്ട്. ഇത് ഈ സംഭവം എന്താ പറയാ, എനിക്ക് കണക്ട് ആവുന്നുണ്ട്. ഈ ന്യായം നമ്മുടെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, സീരിയസ്ലി ഉണ്ട്. ഇപ്പൊ ആരെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ അൻസിബ എന്ന് പറഞ്ഞ നല്ലൊരു ഫേസ് വാല്യൂ ഉള്ള ഒരു വ്യക്തിയാണ്. ഈ ഒരു വ്യക്തിക്ക് അങ്ങനെ നിൽക്കേണ്ടി വരുന്നിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരുണ്ട്, ഈ സാധാരണക്കാരല്ല, ഞാൻ ചെന്നിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മളെ യൂട്യൂബറാണ്, അങ്ങനൊന്നും ഒരിക്കലും എവിടെ നമ്മുടെ പ്രൊഫഷൻ എന്തോ ജോലി എന്താന്ന് ചോദിക്കുമ്പോൾ യൂട്യൂബറാ, അത് ജോലി അല്ലാതെ പറയാൻ പറ്റുമോ? അത് ആണെങ്കിൽ ആണെന്നങ്ങ് പറയും. അവിടെ അങ്ങനെ നമ്മുടെ ഒരിടത്ത് ഒരു പരിഗണന ഒരാളെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കാൻ നമ്മളെ ഹോൾഡൊന്നും ഇല്ല, നമ്മളങ്ങനെ കേട്ടും പിടിച്ചിട്ടൊന്നും. പക്ഷെ ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ നമ്മൾ അത് വിശ്വസിച്ചായിരിക്കും അവിടെ നിൽക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നത് ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ അവർ നമ്മുടെ കൂടെ നിൽക്കുന്നത്. പക്ഷെ ആ ന്യായം നമ്മുടെ കൂടെ ആണെങ്കിലും ആ ന്യായത്തെ അന്യായമായിട്ട് പോർട്രേറ്റ് ചെയ്ത് അവർ നമ്മുടെ മുന്നിൽ കാണിക്കും. ചിലപ്പോൾ നമുക്കെതിരെ അവരെ കേസ് വരുന്നത്, ഞങ്ങൾക്കിടാ എന്തുപാടാ, അടിച്ചതും പിടിച്ചതും വെടി കൊണ്ടതും എല്ലാം നമുക്കെതിരെ കേസ്, എന്തിനാ സാറേ വെടി കൊണ്ടതിനാണോ എന്ന് ഇതൊക്കെ നിന്നിട്ടുണ്ട്. വീഡിയോ കാണുന്ന SI ആണെങ്കിലും CI ആണെങ്കിലും കാണുന്നുണ്ട്. എവിടെ പോവാനടാ, എവിടെ പോവാൻ? കറങ്ങി വരുമല്ലോ നീയൊക്കെ, എവിടെയെങ്കിലും വരും. പ്രത്യേകിച്ച് ആ SI കറങ്ങി വരും. CI വിട്ടേക്ക്, SI ഓട്ടെ. ഇനിയിപ്പോൾ അതൊന്നും നമുക്കിവിടെ നമ്മുടെ ടോപ്പിക്ക് അതല്ല. നമ്മുടെ ടോപ്പിക്ക് ഹൻസിബ ഹസന, ആ ഒരു രീതിയിലേക്ക് വരാം. 3-4 ക്ലിപ്പും കൂടെ കാണിക്കണം വിചാരിച്ചാൽ എനിക്ക് ഇനിയിപ്പോൾ കാണിക്കാനും തോന്നുന്നില്ല. അപ്പം ഇതാണ് ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഐ എം കംപ്ലീറ്റ്ലി മൈൻഡ് ഔട്ട്. അപ്പം ശരി, കാണാം.